ഹലോ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ഒരു മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തെളിനെ കൊടുക്കുമോ? ഇങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ചില വിവർത്തനങ്ങളിൽ നന്മ എത്ര അധികം കൊടുക്കുമെന്ന് എഴുതിയിരിക്കുന്നു. നന്മ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാണ്. അതെ, പരിശുദ്ധാത്മാവ് ആദ്യം മുതലേ ദൈവത്തിൻ്റെ സൃഷ്ടി മുതലേ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയാണ്? നന്മയെ വെളിപ്പെടുത്താൻ, പാപത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മളെ നേർവഴിക്ക് നടത്താൻ ആ പരിശുദ്ധാത്മാവിനെ ദൈവം ഈ ഭൂമിയിൽ കാര്യസ്ഥനായി അയച്ചു. പലപ്പോഴും പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പല പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് മീറ്റിങ്ങുകളിലൂടെയും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അന്യഭാഷ വരങ്ങൾ, കൃപാവരങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, അവിടുന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. എങ്ങനെയാണ് നമുക്ക് ആ ബോധ്യം ഉണ്ടാകുന്നത്? നാം ഒരു കാര്യം, തെറ്റായൊരു കാര്യം നമ്മുടെ ലൈഫിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും, ഇത് തെറ്റാണല്ലോ, ദൈവത്തിന് ഇഷ്ടമല്ലല്ലോ, മനസ്സാക്ഷിയുടെ ഒരു കുത്തലുണ്ടാകും. അതാണ് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം. പിന്നെ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ അയ്യോ ഞാൻ തെറ്റിപ്പോയല്ലോ എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ആണ് നമ്മളെ അത് ചിന്തിപ്പിക്കുന്നത്. 2, നീതിയെക്കുറിച്ച്. എന്താണ് നീതി? കർത്താവായ യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, തൻ്റെ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കി. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുമ്പോൾ യേശുവിൻ്റെ രക്തം എൻ്റെ പാപങ്ങളെ മുഴുവൻ കഴുകുമെന്നും, യേശു എനിക്ക് വേണ്ടി മരിച്ചെന്നും, ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നുവെന്നും, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കേണ്ട ശക്തനാണെന്നും ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നീതിയെക്കുറിച്ചുള്ളൊരു ബോധ്യം വരും. ദൈവത്തിൻ്റെ നീതി എന്താണെന്നുള്ളൊരു ബോധ്യം വരും. പിന്നെയുള്ളതാണ് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം. അതായത് ഈ ഭൂമിയിൽ നാം ജീവിച്ചു കഴിഞ്ഞ് ഒരു ദിവസം നമ്മൾ കർത്താവിനെ മുഖാമുഖമായി കാണേണ്ട ഒരു സമയമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പാപമില്ലാതെ, കളങ്കമില്ലാതെ, നമ്മുടെ കുറ്റങ്ങളെയൊക്കെ രക്തത്താൽ കഴുകിയവനായി നിൽക്കുവാൻ എനിക്ക് കഴിയണം. അതെ, ആ മുഖാമുഖം കാണുന്ന ഒരു സമയം, ഒരു ജഡ്ജ്മെൻറ്റ്, അതായത് നമ്മൾ കോടതിയിൽ കാണുന്ന പോലെ നമ്മൾ ദൈവത്തോട് പറഞ്ഞേ പറ്റത്തുള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ക്ഷമിക്കാഞ്ഞത്, എന്തുകൊണ്ടാണ്? ആ ഒരു സമയം നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവിനെ കാണുമെന്നൊരു സമയം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമുക്കൊരു ബോധ്യം തരുന്നതാണ് പരിശുദ്ധാത്മാവ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്: പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ 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 നന്മയുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതാണ്, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്നതാണ്. അതെ, പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിന് നമ്മൾ നടക്കാം, പരിശുദ്ധാത്മാവിനായി ആഗ്രഹിക്കാം. അതെ, എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിന് നല്ലൊരു കാര്യസ്ഥനെയാണ് പിതാവായ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നത്. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.